ചേട്ടന്റെ കത്ത് വൊസിഞ്ഞ പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും ക്ലേബ് വെർദയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനക്കോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലടിച്ച് തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്തിന്റെ നാനാവശങ്ങളിലേക്കും ചെതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടന്നുകൂടുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തന്റെ കൊച്ചു രാജ്യത്തിലെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാർന്നവരുടെ പേര് ജോസിമാർ ജോസ് എവറോഡേസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞുമുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വൊസിഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 ക്ലേബ് വെർദ രാജ്യത്തിലെ സാവോ വിസന്റെ ദ്വീപിലെ അതിദാരിദ്രനായി ജനിച്ച വൊസിഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തിയതിന്റെ പേരിൽ കുഞ്ഞുമുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വൊസിഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പിടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരീക്ഷിച്ചിറക്കി വിട്ട വൊസിഞ്ഞോയാണിത്. കാൽപന്ത് കളിയുടെ വൈഭവം പാദങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്തും വൊസിഞ്ഞോയാണിത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി ആഗോള മോൾഡോവ, സൈപ്രസ്, സൈവറിക, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച 2026 ഫിഫ ലോകകപ്പിന്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വൊസിഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വൊസിഞ്ഞോ എന്ന കാൽപന്ത് കളിക്കാരൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുളിപ്പന്തുകളായിരുന്നു. അല്ല, കളിക്കളത്തിലെ അയാൾ സാകുത്ത ശാസ്ത്രജ്ഞ ഗോൾ മുഖത്തെ മിഴിപ്പൂട്ടുന്നതിന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിന്റെ ആക്ഷേപത്തിന്റെയും ആരോപണങ്ങൾ തട്ടിമറിച്ചിട്ടിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളകളെ അയാൾ തെറ്റിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിന്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞുമുത്തശ്ശി എന്ന പരിഹാസ പേരുണ്ടായ കൊണ്ട് അയാൾ തന്റെ ജീവിതം മധുരത്തിന്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തന്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തിൽ നിന്നും ഉയരുന്ന പരിഹാസങ്ങൾ പായസം പോലെ രുചിച്ചറിയാൻ നിങ്ങൾ കഴിയണം. ഗാലറികളിൽ ഇരുന്ന് കമന്റ് അടിക്കുന്നവർ മെയ് അനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.